ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫ്ലീറ്റ്സ് ഇട്ടിട്ടുള്ള പട്ടുപാവാട ഇങ്ങനെ തയ്ക്കാമെന്നാണ്. അപ്പോൾ ഇത് ഞാൻ ലൈനിങ് ഇട്ടിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഈ സ്കേർട്ട് തയ്ക്കാൻ നമുക്ക് വേണ്ടത് 2 മീറ്റർ തുണിയാണ്. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ നല്ല വീതിയുള്ള ബോർഡർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലീറ്റ്സ് ഇട്ട് തയ്ക്കണതുകൊണ്ട് ഈ തുണിയുടെ വീതി നമുക്ക് എത്രയാണ് ഫ്ലീറ്റ്സ് ഇട്ട ശേഷം കിട്ടേണ്ടതെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ വേസ്റ്റ് റൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. വേസ്റ്റ് റൗണ്ടിന് ഇവിടെ നമുക്ക് 22 ഇഞ്ചാണ്. അതിൽ നിന്ന് 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക, പ്ലസ് 1 ഇഞ്ച് തയ്യൽത്തുമ്പ് കിട്ടുമ്പോൾ നമുക്ക് 25 ഇഞ്ച് കിട്ടും. അതിന് നമ്മൾ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക, അപ്പോൾ നമുക്ക് 75 ഇഞ്ച് കിട്ടും. അപ്പോൾ അത്ര വേണം നമ്മൾ തുണി എടുക്കേണ്ടത്. ഫ്ലീറ്റ്സ് കിട്ടാൻ നമുക്ക് ഇത്ര ഇഞ്ച് വീതിയുള്ള തുണിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ തുണീനെ 4ആക്കി ഇതുപോലെ മടക്കിയിരിക്കുകയാണ്. ഒന്ന് മടങ്ങിയ ഭാഗവും 2 ലെയറായിട്ട് നമുക്കിങ്ങനെ കിട്ടും. ഇപ്പോൾ മടക്കിയ ശേഷം നമുക്ക് ഇതിൻ്റെ വീതി കിട്ടുന്നത് 25 ഇഞ്ചാണ്. അപ്പോൾ അതിന് നമ്മൾ 4ആക്കി മടക്കിയതുകൊണ്ട് 4ആയിട്ട് ഇൻറ്റു ചെയ്ത് നോക്കുക, അപ്പോൾ നമുക്ക് 100 കിട്ടും. അപ്പോൾ നമുക്ക് നമ്മൾ ആവശ്യമുള്ളത് 75ആണ്. അപ്പോൾ അതിനേക്കാളും കൂടുതൽ തുണി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ 75 ഇഞ്ച് എന്നുള്ളത് നമുക്ക് ഫ്ലീറ്റ്സ് ഇടാനുള്ള വേണ്ട തുണിയാണ്. മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത്താണ്, സ്കേർട്ടിൻ്റെ ലെങ്ത്താണ് നമുക്ക് നോക്കേണ്ടത്. എനിക്കിവിടെ 28 ആണ് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് 1.5 ഇഞ്ച് വേറെ സെപ്പറേറ്റ് ബാൻഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് മൈനസ് ചെയ്യാം. പ്ലസ് ഒരു 1/2 ഇഞ്ച് നമ്മൾ താഴെ നിന്ന് മടക്കി തയ്ക്കാനാണ് എന്തെങ്കിലും വിടുക. അപ്പോൾ നമുക്ക് 27 ഇഞ്ച് കിട്ടും. ആ ഒരു 27 ഇഞ്ചാണ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ താഴെ മടക്കി തയ്ക്കാൻ ഇങ്ങനെ നൂല് വിട്ടിട്ടൊന്നുമില്ല, അതുകൊണ്ട് കസവുള്ളത് കൊണ്ട് നമ്മൾ മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഒരു 1/2 ഇഞ്ച് വിട്ടത്. ഇല്ലെങ്കിൽ നിങ്ങൾ 1.5 ഇഞ്ച് തന്നെ താഴെ മടക്കി തയ്ക്കാൻ വിടുക. അപ്പോൾ ലെങ്ത്തിൽ നിന്ന് 1.5 ഇഞ്ച് വേസ്റ്റ് ബാൻഡ് മൈനസ് ചെയ്യുക, പ്ലസ് 1.5 ഇഞ്ചോ 1/2 ഇഞ്ചോ താഴെ മടക്കി തയ്ക്കാൻ അത് ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ആവശ്യത്തിനുള്ള തുണി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എത്രയാണ് ഫ്ലീറ്റ്സ് വേണ്ടത്, എത്ര ഇഞ്ചാണ് വേണ്ടത് മാർക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ 1 ഇഞ്ചൊന്ന് തയ്യൽത്തുമ്പായിട്ടും കൊടുക്കുക. ബാക്കി 1 ഇഞ്ച് ഇതുപോലെ ഞാൻ അടയാളപ്പെടുത്താണ്. അപ്പോൾ ഈ 1 ഇഞ്ചിലാണ് ഞാൻ ഫ്ലീറ്റ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം മാർക്ക് ചെയ്ത പോയിൻ്റ് അല്ല എടുക്കുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് നമ്മൾ അടുത്ത പോയിന്റിലേക്ക് ഇതുപോലെ ഫ്ലീറ്റ്സ് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത പോയിന്റിൽ നിന്ന് അപ്പുറത്തെ പോയിന്റിലേക്ക് ഇതുപോലെ ഫ്ലീറ്റ്സ് കൊണ്ടുവരാം. അപ്പോൾ ഇത് ഫ്ലീറ്റ്സ് എടുക്കാൻ അറിയുന്നവരാണെങ്കിൽ നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടാവും. എന്നിട്ട് ഇത് ഫുള്ളും ഇതുപോലെ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇതുപോലെ ലൈനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനും ഞാൻ ഇതുപോലെ ഫ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ട്. ഈ തുണിയുടെ വീതി ഞാൻ എടുത്തിരുന്നത് 24 ഇഞ്ചാണ് ഒരു സൈഡ്. അപ്പോൾ 48 ഇഞ്ചാണ് തുണീൻ്റെ വീതി എടുക്കുന്നത്. ഇറക്കം ഇതുപോലെ 27 ഇഞ്ച് തന്നെ എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു സൈഡ് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പകുതി ഭാഗം മുതൽ സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ ഫ്ലീറ്റ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് എന്നാ വീതി എത്രയാണെന്ന് നോക്കാം. ഇങ്ങനെ ടേപ്പ് വെച്ച് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് വേസ്റ്റ് റൗണ്ട് കിട്ടിയിരിക്കുന്നത് 25 ഇഞ്ചാണ്. പ്ലസ് 1 ഇഞ്ച് കൂട്ടിയിട്ട് 26 ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് വരണത്. അപ്പോൾ അത് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് പോകും. 2 സൈഡ് നമുക്ക് ജോയിൻ ചെയ്യണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയാണ് എക്സ്ട്രാ 1 ഇഞ്ച് എടുത്തേക്കണത്. ഇനി ഇതിൻ്റെ നല്ല വശം ചേർത്തിട്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്യണമെന്നാണ് നോക്കണത്. ഇതിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ സ്ലിറ്റിന് വേണ്ടി ഓപ്പൺ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി ടേപ്പിൻ്റെ മുകളിൽ നിന്ന് ഒരു 2.5 ഇഞ്ചിൽ അടയാളപ്പെടുത്താണ്. നമ്മൾ തയ്ച്ച് വരുമ്പോൾ അത് 2 ഇഞ്ചാവും. മുകളിൽ ഒരു 1/2 ഇഞ്ച് ബാൻഡായിട്ട് അറ്റാച്ച് ചെയ്യാൻ പോകും. അപ്പോൾ നമുക്ക് മാക്സിമം 3 ഇഞ്ച് വരെ അതിൻ്റെ ഇറക്കം കൂട്ടാം. എന്നിട്ട് ബാക്കി ഭാഗം അതുപോലെ സ്റ്റിച്ച് ചെയ്യുക. മുകളിൽ നിന്ന് അത് ഓപ്പൺ ചെയ്ത് വയ്ക്കാം. ഉണ്ടല്ലോ, ഈ ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ 2.5 ഇഞ്ച് വിടേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആ പാവാട ടൈറ്റ് ഇല്ലാണ്ട് കുട്ടിക്ക് ഇരിക്കുള്ളൂ ആ ഒരു സൈഡിൽ. ഇല്ലെങ്കിൽ ഭയങ്കര ടൈറ്റ് വരും. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്ലിറ്റ് കൊടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. അപ്പോൾ ഈ സെയിം തന്നെ നമ്മൾ ലൈനിങ്ങിൽ ചെയ്യുക. 2.5 ഇഞ്ച് തന്നെ അതിലും ചെയ്യുക. എന്നിട്ട് താഴേക്ക് ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് ലൈനിങ് പീസാണ്. ഈ 2 സൈഡും ഇതുപോലെ ജോയിൻ ചെയ്യുക. അപ്പോൾ രണ്ടും
നല്ല വശത്തും ലൈനിങ് ഭാഗത്തും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ സ്കേർട്ടിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കാണ്. ഇതതിൻ്റെ റോങ് സൈഡ് കണ്ടോ, അതിൻ്റെ തയ്യൽ ഭാഗം ഉള്ളിൽ കാണാം. ഇതതിൻ്റെ നല്ല വശം. ഈ ലൈനിങ് ഇപ്പം നിങ്ങൾ കാണുന്നത് റോങ് സൈഡാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇടുക. അപ്പോൾ പാവാടയുടെ ഉൾവശമാണ്, നല്ല ഭാഗമാണ് പുറത്ത് കാണുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ലൈനിങ്ങിൻ്റെ നല്ല വശവും സ്കേർട്ടിൻ്റെ നല്ല വശവും അങ്ങനെയാണ് അത് തയ്ക്കേണ്ടത്. എന്നിട്ട് ഇവിടെ ഞാൻ തയ്ച്ചിട്ടുണ്ട്. ഇതിനെ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക്, അതായത് ചീത്ത വശത്തേക്ക് ഉള്ളിലേക്ക് ഇടാണ്. കണ്ടോ, അപ്പോൾ റോങ് സൈഡാണ് ഉള്ളിലേക്ക് പോയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പാവാട കാണുന്നത് നല്ല വശമാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. ഇതില്ലെങ്കിൽ, ഇത് മനസ്സിലാത്തവരാണെങ്കിൽ നിങ്ങൾ ആ 2 സൈഡ് ഇതുപോലെ മടക്കി തയ്ച്ചു കൊടുത്താലും മതി. ആ ഒരു വി ഷേപ്പ് ഉണ്ടല്ലോ, ആ സ്ലിറ്റിന് വിട്ട ഭാഗം ഒന്ന് മടക്കി ആ ഒരു അറ്റത്ത് മടക്കി തയ്ച്ചാലും മതിയാവും. ഇത് ഇത്തിരി കൂടി നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. അത് അതിൻ്റെ റോങ് സൈഡാണ്. കണ്ടല്ലോ, ഇതിൻ്റെ സ്റ്റിച്ചിങ് പുറത്ത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതുപോലെയാണ് സൈഡ് ഭാഗം ജോയിൻ ചെയ്തത്. ഇനി നമുക്ക് വേസ്റ്റ് ബാൻഡാണ്. അപ്പോൾ അതിന് ഞാൻ ഇവിടെ ഒരു 4.5 ഇഞ്ച് നീളമുള്ളൊരു തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി വരുന്നത് അതുപോലെ മടക്കിയിട്ട് നമുക്ക് നോക്കാം. ഒരു 15 ഇഞ്ചാണ്. അത്ര നമുക്ക് വേണ്ട, ഒരു 13 ഇഞ്ച് മതി. നമുക്ക് 26 ഇഞ്ചാണുള്ള വേസ്റ്റ് റൗണ്ട് വന്നത്. അപ്പോൾ ബാക്കി ഭാഗം നമുക്ക് മടക്കി ഇതുപോലെ വെക്കാനെടുക്കാം. കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് മടക്കി തയ്ച്ചാലും മതി. ഇനി ഇത് സ്കേർട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് ഞാൻ റോങ് സൈഡിലാണ് കേട്ടോ ആദ്യം സ്റ്റിച്ച് ചെയ്യണത്. പാവാടേൻ്റെ ചീത്ത വശത്ത് ഇതുപോലെ വയ്ക്കുക. വേസ്റ്റ് ബാൻഡിൻ്റെ നല്ല വശം ഇതുപോലെ വയ്ക്കുക. അതിൻ്റെ ചുറ്റും ഇതുപോലെ തയ്ച്ചു കൊടുക്കുക. ഉണ്ട്, അപ്പോൾ എനിക്ക് ഇവിടെ കുറച്ച് ഭാഗം കൂടുതൽ കിട്ടുന്നുണ്ട്. ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ മടക്കി കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് മടക്കി തയ്ക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു അളവ് കിട്ടുന്നില്ലെങ്കിൽ ഇതുപോലെ കൂടുതൽ തുണി എടുത്തിട്ട് നമ്മളൊന്ന് വെച്ച് നോക്കാം. എന്നിട്ട് ആവശ്യമില്ലാത്തത് വെട്ടിക്കളഞ്ഞാൽ മതി. ഇപ്പോൾ ഇവിടെ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അത് നല്ല വശത്തേക്ക് കൊണ്ടുവന്നത് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ വേസ്റ്റ് ബാൻഡ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ഇട്ടിരുന്നു. അപ്പോൾ വീഡിയോ അധികം നീളാണ്ടിരിക്കാനാണ് ഞാനത് ഷോർട്ടായിട്ട് കാണിക്കുന്നത്. പിന്നെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ 13 ഇഞ്ച് കിട്ടുന്നുണ്ട്, അതായത് 26 ഇഞ്ച്. ഇവിടെ വേസ്റ്റ് റൗണ്ട് എത്രയായിരുന്നു അത് തന്നെയാണ് നമുക്ക് സെയിം കിട്ടുന്നത്. അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പ് ലൂസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വേസ്റ്റ് ബാൻഡ് റെഡി ആയി. നമ്മളവിടെ ചരടോ അല്ലെങ്കിൽ ഹുക്കോ നമുക്ക് എന്തെങ്കിലും ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു സ്കേർട്ട് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു പട്ടുപാവാട ബ്ലൗസ്, പട്ടുപാവാടയാണത്. ഇതിൻ്റെ ബ്ലൗസ് തയ്ക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഈ അടുത്ത് തന്നെ ഇടാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു മെത്തേഡ് തന്നെ നിങ്ങളിപ്പോൾ സാരിയിൽ കട്ട് ചെയ്യുകയാണെങ്കിലും എടുക്കാം. ഇപ്പോൾ സാരിയിൽ ഈ ഫ്ലീറ്റ്സിൻ്റെ ആ ഒരു അളവാണ് നിങ്ങൾക്ക് മനസ്സിലാക്കണം. വേസ്റ്റ് റൗണ്ട് എത്രയാണ് കിട്ടുന്നത് അതിൽ നിന്ന് കുറച്ച് തയ്യൽത്തുമ്പും ലൂസ് ആഡ് ചെയ്തിട്ട് അതിന് 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ആ കിട്ടുന്നതാണ് നമുക്ക് ആവശ്യമുള്ള തുണി എന്ന് പറയുന്നത്. വീഡിയോ ഒക്കെ മനസ്സിലാവാത്തവർ ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്